നമസ്കാരം. 2026 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലം. ജ്യോതിഷ ഗവേഷകരും ധനകാര്യ വിദഗ്ധരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക സംക്രമണ കാലഘട്ടമാണ് 2026 വർഷത്തിൻ്റെ മധ്യപാദം. മേടക്കൂറിലെ രണ്ടാമത്തെ നക്ഷത്രമായി തിളങ്ങുന്ന ഭരണി നക്ഷത്രത്തെ സാമ്പത്തിക ആസൂത്രണം ഈ സമയത്ത് സങ്കീർണവും എന്നാൽ വ്യക്തമായ ദിശാബോധമുള്ളവുമായി മാറുന്ന ഒരു സമയമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രനും മേടക്കൂറിൻ്റെ അധിപനായ ചൊവ്വയും ഒപ്പം സാമ്പത്തിക കാരകനായ ദേവഗുരു വ്യാഴവും 2026 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തുന്ന രാശിമാറ്റങ്ങളാണ് ഈ വിശകലനത്തിൻ്റെ പ്രധാന വിഷയം. ഗോചര ചലനങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ നിത്യജീവിതത്തിലെ ധനപ്രവാഹത്തെയും നിക്ഷേപങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിലയിരുത്താം. 2026 ജൂലൈ 2 ബുധൻ കർക്കിടകത്തിലേക്ക്, ശനി രേവതി 2ാം പാദത്തിലേക്ക്. ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ചിന്ത ആരംഭിക്കുന്ന സമയമാണ്. പഴയ കടബാധ്യതകൾ വീടാനുള്ള തുടക്കം ഇപ്പോൾ കുറിക്കാവുന്നതാണ്. ജൂലൈ 4 വ്യാഴം പുഷ്യ 2ാം പാദത്തിൽ പ്രവേശിക്കുന്നു. ശുക്രൻ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതാണ്. വസ്തുവാങ്ങൽ, സ്വർണ്ണ നിക്ഷേപം എന്നിവയ്ക്ക് അനുകൂലാവസ്ഥയാണ്. അതേസമയം വിനോദങ്ങൾക്കായുള്ള ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. ജൂലൈ മാസത്തിലെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മേടക്കൂറിലെ ലഗ്നാധിപനായ ചൊവ്വ ധനഭാവമായ ഇടവൻ രാശിയിൽ ജൂലൈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ശക്തമായ സാമ്പത്തിക സജീവത നൽകുന്നു. കഠിനാധ്വാനത്തിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും മുമ്പ് ലഭിക്കാതിരുന്ന ശമ്പള വർധനവിനും കമ്മീഷനുകളും നേടിയെടുക്കുന്നതിനും ഈ ചൊവ്വയുടെ സാന്നിധ്യം സഹായിക്കും. വിദേശത്ത് തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും പാരമ്പര്യമായി ബിസിനസ് നടത്തുന്നവർക്കും ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂലമായ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ദേവഗുരുവായ വ്യാഴം ജൂൺ മാസം മുതൽ തന്നെ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥിതിയിലാണ് സഞ്ചരിക്കുക. ജൂലൈ 4 വ്യാഴം കൂടുതൽ പുരോഗതി നൽകുന്ന പുഷ്യ നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നത് സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ഉതകുന്ന ഒന്നാണ്. ഭവന നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കാനും ദീർഘകാലമായി ആഗ്രഹിച്ച വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാനും ഈ സമയത്ത് അവസരം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിചാരിച്ചതിലും വലിയ ലാഭം നേടിയെടുക്കാൻ ഈ ഗുരുബലം നിർണ്ണയിക്കും. എന്നാൽ ജൂലൈ 14 മുതൽ ആരംഭിക്കുന്ന വ്യാഴത്തിൻ്റെ വാർഷിക മൗഢ്യാവസ്ഥ കാരണം വൻകിട ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭം കൈകളിലെത്തിയാൽ ചെറിയ വൈകൽ ഉണ്ടാകാനും ഇടവരും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം മീനൻ രാശിയിലെ ശനിയുടെ സഞ്ചാരമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7 ശനിയുടെ ആദ്യഘട്ടമാണ് നടക്കുന്നത്. ശനിദേവൻ 12ാം ഭാവമായ വ്യയഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പണം എത്രയധികം വന്നാലും അത് കൈകളിൽ നിൽക്കാത്ത അവസ്ഥ സംജാതമാകും. പ്രത്യേകിച്ച് ജൂലൈ 27 ശനി മീനത്തിൽ വക്രഗതിയിലേക്ക് മാറുന്നത് അതീവ പ്രാധാന്യത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാണ്. ശനിയുടെ ഈ വക്രസഞ്ചാരം ഭരണി നക്ഷത്രക്കാർക്ക് കാർമ്മികമായ പുനഃപരിശോധനയുടെ സമയമായി നൽകുന്നു. അനാവശ്യ ആർഭാട ചെലവുകൾ വർദ്ധിക്കുകയും ബജറ്റ് പൂർണ്ണമായി താളം തെറ്റുകയും ചെയ്യാനും ഇടവരും. മുൻകാലങ്ങളിലെ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള വായ്പകൾ, പെട്ടെന്നുണ്ടാകുന്ന ചികിത്സാ ചെലവുകൾ എന്നിവ സമയത്തിന് ധനനഷ്ടത്തിനും ഇടയാക്കും. ജൂലൈ 6 സംഭവിക്കുന്ന ചന്ദ്രശനി യുതി അതീവ വൈകാരിക സമ്മർദ്ദങ്ങൾക്കും ധനമിടപാടുകളിലെ കടുത്ത ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെക്കാം. ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഘടനയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനും ധനകാരകനുമായ ശുക്രൻ ഓഗസ്റ്റ് 1 കന്നി രാശിയിലേക്ക് പ്രവേശിക്കും. കന്നി ശുക്രൻ്റെ നീച ക്ഷേത്രമായതിനാൽ ഈ സംക്രമണം അതീവ ശ്രദ്ധയോടെ വിശകലനം ചെയ്യേണ്ടതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 2ാം ഭാവത്തിൻ്റെയും 7ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ ധനാധിപൻ 6ാം ഭാവമായ ശത്രു രോഗ കടഭാവത്തിൽ നീചാവസ്ഥയിൽ സഞ്ചരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ സൂചനയാണ് നൽകുക. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 23 ശുക്രൻ തൻ്റെ പരമനീചാവസ്ഥയായ 27 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു സാമ്പത്തിക ഓഡിറ്റിംഗ് അനിവാര്യമായി തീരും. കുടുംബത്തിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉയർന്നു വരാം. ആർഭാടങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള ശീലം ഈ സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും. എന്നാൽ ഓഗസ്റ്റ് 2 ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് മാറുന്നതോടെ ധൈര്യവും ആത്മവിശ്വാസവും വീണ്ടെടുക്കാൻ ഭരണക്കാർക്ക് സാധിക്കും. ആശയവിനിമയത്തിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ സഹോദരങ്ങളിലൂടെയോ പിന്തുണയും ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും ഈ ചൊവ്വ മാറ്റം സഹായിക്കും. ഭരണി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ സാമ്പത്തിക ക്ലേശങ്ങൾ ലഘൂകരിക്കുന്നതിനും ഗ്രഹങ്ങളുടെ ശുഭപ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനും ആത്മീയ തലത്തിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിലനിർത്തുന്നതിനുമായി വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമായി പറയുന്നു. ശനിദോഷം കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശനിക്ഷേത്രത്തിൽ കടുകെണ്ണയിൽ വിളക്ക് തെളിയിക്കുകയും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതും ഗുണം ചെയ്യും. കൂടാതെ ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ നീചാവസ്ഥ പരിഹരിക്കാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജ നടത്തുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും.